പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്ക് തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ 1 മാസം മുമ്പ് ഇട്ടതാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലായി. അതിൽ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ, നമ്മുടെ സഭയിലല്ല വേറൊരു സഭയിലെ അച്ഛൻ, വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കുർബാന രോഗശാന്തിക്ക് ഉള്ളതാണെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ രോഗശാന്തി കിട്ടും, തൻ്റെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്ന വിശുദ്ധ കുർബാന എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിശുദ്ധ കുർബാന എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ അച്ഛനെ കുറ്റം പറയുന്നതല്ല, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പിതാവിന് സമർപ്പിച്ച ബലിയാണ്. ആ ബലിയെ ഒരു നിസ്സാരമായിട്ട് കാണരുത്. അത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അതിൽ മകന് ജോലി കിട്ടാനും മക്കളുടെ വിവാഹം നടത്താനും വേണ്ടപ്പെട്ടവർക്ക് വിദേശത്ത് പോകാനുള്ള ഒരു കർമ്മമല്ലത്. ഇവിടെ അച്ഛൻ പറയുന്നത് അദ്ദേഹത്തിന് 10 കൊല്ലമായി മക്കളുണ്ടായിരുന്നില്ല. എൻ്റെ കാരണത്തെ പറ്റി അദ്ദേഹം ആദ്യം അന്വേഷിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് എന്തോ അസുഖം വന്നപ്പോൾ ഭാര്യയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ യൂട്രസിന് എന്തോ ട്രബിളുണ്ട്. എന്തോ ഒരു പേരദ്ദേഹം പറഞ്ഞ ആ രോഗത്തിൻ്റെ, അതെനിക്ക് അറിയില്ല, വ്യക്തമായിട്ട് മനസ്സിലായില്ല, ഇതിനെപ്പറ്റി അറിയില്ല. അതിൽ ഞരമ്പുകളോ അല്ലെങ്കിൽ കോശങ്ങളോ കട്ടിപിടിച്ചിരുന്നു. കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്ന തരത്തിലത് ഉത്തരവാകാരികളായിട്ട്, ഞരമ്പുകൾ ഉത്തരവാകാരികളായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. 10 കൊല്ലമായിട്ട് മക്കളില്ല, പ്രഗ്നൻ്റായി. ആദ്യം മുതൽ സ്കാൻ ചെയ്യുമ്പോൾ പറയും ഈ കുട്ടിയെ കിട്ടില്ല എന്ന് ഡോക്ടേഴ്സൊക്കെ പറയും. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവസാനം പ്രഗ്നൻ്റായി മിക്കപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴിങ്ങനെ നിരാശാജനകമായ ഒരു മറുപടിയാണ് ഡോക്ടേഴ്സ് ഇതും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം പ്രസവ സമയമായി. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ. അങ്ങനെ ഞങ്ങൾക്ക് ജീവൻ സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല, അച്ഛനൊന്നും പറയാൻ പറ്റുമല്ലോ. അച്ഛനും മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഭാര്യയുടെ ആഗ്രഹപ്രകാരം അച്ഛൻ വിശുദ്ധ കുർബാന ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു. ഒരു രോഗി ഒരു പ്രശ്ന നിലയിലാണെങ്കിൽ, ഒരു അത്യാസന്ന നിലത്ത് പറയാൻ പറ്റില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിൽ തെറ്റില്ല. ഒരുക്കം വേണമെന്നില്ല. ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള സ്റ്റേജായിരിക്കണം. അത് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ വയറിന് വേദന തുടങ്ങി. പ്രസവത്തിന് സമയമായി. വൈകുന്നേരമായപ്പോഴേക്കും സഹിക്കാൻ വയ്യാതായി. ഡോക്ടേഴ്സൊക്കെ ഒത്തുകൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓട്ടം തുടങ്ങി. പല പ്രശ്നങ്ങളായി. അപ്പോഴും പലരും പറയുന്നു, ഒന്നുമില്ല കുട്ടി അല്ലെങ്കിൽ അമ്മ, ഇതേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷേ
കുറച്ച് കഴിയുമ്പോൾ ഒരു ഡോക്ടർ, മലയാളി ഡോക്ടറായിരുന്നു, ബാംഗ്ലൂരായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അച്ഛന് വലിയ സന്തോഷമായി. ആ ഡോക്ടർ പറഞ്ഞു എന്തോ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം ഈ രോഗിയുടെ വയറ്റിൽ ചെന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തത്തക്ക വിധത്തിൽ സൗഖ്യം കിട്ടിയത്, വലിയ സുഖപ്രസവം നടന്നു. അദ്ദേഹം പറയുന്നത് ഈ പ്രസവത്തിന് മുമ്പ് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി, എന്ത് ചെയ്ത് നിൽക്കണില്ല. പക്ഷെ ആ ബ്ലീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ തടിച്ചിരുന്ന ഞരമ്പുകൾ നിന്ന് ആ രക്തം, മലിന രക്തം ഒഴുകിപ്പോയതാണ്. ആ രക്തം ഒഴുകിപ്പോയപ്പോൾ ഞരമ്പുകളൊക്കെ നോർമലായി. അപ്പം ഞരമ്പുകൾ നോർമലായി വന്നപ്പോൾ പിന്നെ സുഖപ്രസവം നടന്നു. കുട്ടിക്ക് അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ കുട്ടിയും അമ്മയും രക്ഷപ്പെട്ടു. ആ ഡോക്ടറുടെ അഭിപ്രായം പ്രഷ്യസായ എന്തോ ഒരു വസ്തു ഈ രോഗിയുടെ വയറ്റിൽ ചെന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അസുഖം മാറി കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആലോചിച്ച് നോക്കിയപ്പോഴോ വിശുദ്ധ കുർബാന തന്നെ, സംശയമില്ല. കാരണം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാര്യമായിട്ടൊന്നും രോഗി കഴിച്ചിട്ടില്ല, വയറ്റിൽ വേദന പറഞ്ഞു, വേറെ പ്രഷ്യസ് ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് 10 കൊല്ലമായി ഈ രോഗിക്ക് ഈ അസുഖമുണ്ട്. ഈ 10 കൊല്ലത്തിനുള്ളിൽ ആ രോഗി വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുണ്ടാകില്ലേ? അന്നൊന്നും നടക്കാത്ത ഒരു അത്ഭുതമാണ് ഇവിടെ നടന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അച്ഛൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന ഫലിച്ചിരിക്കും. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് സുഖപ്രസവം നടന്നത്. എനിക്ക് രോഗിക്ക് സൗഖ്യം കിട്ടിയത് എൻ്റെ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിശുദ്ധ കുർബാന രോഗശാന്തിക്ക് വേണ്ടിയല്ല. മത്തായി 26:27 മുതൽ വായിക്കുമ്പോൾ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, മത്തായി 26:27, പിന്നീട് താൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു, വാങ്ങി നിങ്ങളെല്ലാവരും നിന്ന് കുടിപ്പിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം. പാപമോചനത്തിനാണ് ഇത് നൽകുന്നത്. നിങ്ങളിത് കഴുകിയ, ഇത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി. അവിടെ അനേകർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. പിതാക്കന്മാരത് വ്യാഖ്യാനിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് വിശ്വാസത്തോടെ അർഹതപ്പെട്ടവർ ഭക്ഷിക്കുമ്പോൾ പാപമോചനം കിട്ടുമെന്ന്, രോഗശാന്തി കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിനക്ക് സമൃദ്ധി ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല. നിനക്ക് വിസ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിൻ്റെ മകളെ കെട്ടിക്കാൻ പറ്റുന്ന കർത്താവ് പറഞ്ഞിട്ടില്ല. നിനക്ക് ജോലി കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിനക്ക് രോഗശാന്തി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. പാപമോചനത്തിനായി നിൻ്റെ പാപം പരിഹരിക്കപ്പെടണം. പിതാക്കന്മാർ അതിനെപ്പറ്റി വ്യാഖ്യാനിച്ച് പറയുന്ന കടങ്ങളുടെ പരിഹാരത്തിന്, പാപങ്ങളുടെ മോചനത്തിന്, കടങ്ങളുടെ പരിഹാരവും പാപമോചനവും കിട്ടിക്കഴിഞ്ഞാൽ നിത്യജീവന് നീ പൂർണ്ണമായി അവകാശിയായി തീരുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയണം, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായിട്ട് നൽകപ്പെടുന്നു. ഒരിക്കലും നമ്മൾ, പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ പ്രസവിക്കുമ്പോഴാണ്, സ്വന്തം അനുഭവം ഇങ്ങനെ ആയിരിക്കും, പക്ഷെ അത് കുർബാന കൊണ്ടാണ്, വിശുദ്ധ കുർബാന അനുഭവിച്ചത് കൊണ്ടാണ് സുഖപ്രസവം നടന്നത്. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ശക്തി അത്ര വലുതാണ്. എനിക്കത് അനുഭവമായി, നിങ്ങളോട് ഞാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് രോഗശാന്തിക്കാണ് എന്ന് ജനം ധരിച്ചു പോകും. അവർക്കറിയില്ല ഇതിനെപ്പറ്റി. വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠത
ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തന്നെ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം, ഇതെൻ്റെ ശരീരം, എൻ്റെ രക്തം. പെന്തക്കോസ്തുകാരത് സമ്മതിക്കില്ല. കർത്താവ് പറഞ്ഞത് സംഭവിക്കില്ല. കർത്താവ് വാഴ്ത്തി കൊടുത്തിട്ട് ഇതെൻ്റെ ശരീരം, എൻ്റെ രക്തം എന്ന് പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കില്ല. അത് കർത്താവ് കൊടുത്തപ്പോൾ കഴിഞ്ഞു. പിന്നെ അച്ഛന്മാർക്കത് രക്തവും ശരീരമാക്കാനുള്ള കഴിവൊന്നുമില്ല. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അത് രക്തവും ശരീരമാക്കാനുള്ള, ആ കൗദാശി കർമ്മം അനുഷ്ഠിക്കാനുള്ള അർഹതയും ശക്തിയും പൗരോഹിത്യത്തിൽ കൂടി കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ കയ്യൊപ്പ് നടത്തുന്നവർക്ക് കൂടി അത് ലഭിക്കുന്നതാണ്. യോഹന്നാൻ 20:22 മുതൽ വായിക്കുമ്പോഴത് കാണാം. പിന്നെ അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, നിങ്ങളെ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും. പാപപരിഹാരം കൊടുക്കാനുള്ള കഴിയും. അതിനാണ് വിശുദ്ധ കുമ്പസാരം നടത്തുന്നത്. പാപപരിഹാരം കൊടുത്ത്, കടങ്ങളുടെ മോചനം കൊടുത്ത്, ആ വിശ്വാസിക്ക് നിത്യജീവന അർഹത കൊടുത്ത് വിശുദ്ധ കുർബാന കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും വിശുദ്ധ കുർബാന രോഗശാന്തിക്ക് വേണ്ടിയാണെന്ന് പറയരുത്. രോഗശാന്തിക്കല്ല കുർബാന കൊടുക്കുന്നത്. രോഗികളുടെ മേൽ തൈലാഭിഷേകം നടത്തുന്ന തൈലം പൂശി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന അവർ കൊടുത്തു കാണും. പക്ഷെ കുർബാന കൊടുത്തത് കൊണ്ടാണ് രോഗശാന്തി കിട്ടിയത് എന്ന് നാം പഠിപ്പിക്കാൻ പാടില്ല. കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തന്നെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.